ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 41-ാമത്തെ കഥയാണ്. വീണ്ടും ദക്ഷയാഗം. ബ്രഹ്മദേവന്റെ മുൻപിൽ മഹാദേവൻ മനസ്സു തുറന്നു. സംഹാരമൂർത്തിയുടെ മുഖത്ത് പുഞ്ചിരിയോ? ബ്രഹ്മാവ് അത്ഭുതത്തോടെ അല്പനേരം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു കാണുവാൻ മുമ്പെങ്ങും കഴിഞ്ഞിട്ടില്ല. അത്യപൂർവ ദർശനം, സൗമ്യഭാവം. പരമശിവൻ ബ്രഹ്മാവിനോട് മൊഴിഞ്ഞു. പ്രദേശ, ആ വിളി ബ്രഹ്മദേവന്റെ മനസ്സിന് കുളിരേകി. മഹാദേവൻ തുടർന്നു. മായാമോഹിതരായ അജ്ഞാനികളുടെ അപരാധങ്ങൾ ഞാൻ ഒട്ടും ഗൗനിക്കാറില്ല. അത് വർണ്ണിക്കുന്നതും ഓർക്കുന്നതും എനിക്കിഷ്ടമല്ല. ദക്ഷൻ അഹങ്കാരിയാണ്. ആ മനസ്സ് ശുദ്ധീകരിക്കുവാൻ ഒരു ശിക്ഷ കൊടുത്തു, അത്രമാത്രം. തെറ്റുകൾക്ക് ശിക്ഷ നൽകാതിരുന്നാൽ അത് തെറ്റുകൾ വർദ്ധിപ്പിക്കുവാൻ വഴിയൊരുക്കും. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശിരസ് ദഹിച്ചുപോയ ദക്ഷന് ആട്ടിൻ തലയും, ഭഗന് കണ്ണും, ഭൃഗുവിന് താടിയും, പുഷാവിന് ദന്തങ്ങളും മറ്റും ഉണ്ടാകുവാൻ മഹാദേവൻ അനുഗ്രഹിച്ചു. പരമശിവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു. മഹാദേവൻ യജ്ഞമൃഗത്തിൻ്റെ ശിരസ്സെടുത്ത് പ്രജാപതിയുടെ ശരീരത്തോട് ചേർത്തുവെച്ചു. ദിവ്യശോഭ ഉദിച്ചു. ഭഗവത് കടാക്ഷം ദക്ഷ ശരീരത്തിൽ പതിച്ചു. കിടന്നുറങ്ങുന്നവൻ ഉണർന്നെഴുന്നേൽക്കുന്നതുപോലെ ദക്ഷൻ എഴുന്നേറ്റു. ആ കണ്ണുകൾ പരമശിവനെ ദർശിച്ചു. ശിവനിന്ദ ചെയ്ത് മലിനപ്പെട്ട ദക്ഷന്റെ മനസ്സ് പുണ്യദർശനം കൊണ്ട് നിർമ്മലമായി തീർന്നു. ശിവനെ വാഴ്ത്തി സ്തുതിക്കണമെന്ന് ദക്ഷൻ ആശിച്ചെങ്കിലും ദേഹത്യാഗം ചെയ്ത സ്നേഹനിധിയായ തൻ്റെ പുത്രിയെക്കുറിച്ച് ഓർത്തപ്പോൾ ദുഃഖം വർദ്ധിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ജലം ധാരധാരയായി ഒഴുകി. സ്തുതിക്കുവാൻ അശക്തനായി. പക്ഷേ മനസ്സിൽ നിർവ്യാജഭക്തി വളർന്നപ്പോൾ ദക്ഷന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞു. നിഷ്കപടഭാവത്തിൽ പ്രജാപതി ശിവനെ സ്തുതിച്ചു. ഞാൻ അങ്ങയെ അപമാനിച്ചു, എന്നിട്ടും അങ്ങനിൽ കാരുണ്യം വർഷിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് തക്ഷ ശിക്ഷ ലഭിച്ചപ്പോൾ കളങ്കപങ്കിലമായ എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങേക്കും മഹാവിഷ്ണുവിനും ഒരിക്കലും ബ്രാഹ്മണരെ ഉപേക്ഷിക്കാനാകില്ല. അപ്പോൾ പിന്നെ വ്രതാനുഷ്ഠാന തൽപരരായ വേദജ്ഞരായ ബ്രാഹ്മണരെ എങ്ങനെ ഉപേക്ഷിക്കാനാകും? അങ്ങ് ബ്രഹ്മാവായിരിക്കുമ്പോൾ ആത്മതത്വജ്ഞാനം നിലനിർത്തുന്നതിനു വേണ്ടി വിദ്യയും തപസ്സും വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ ആദ്യം സുമുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അവർ വഴിതെറ്റി സഞ്ചരിക്കാതിരിക്കുവാനും ആപത്തുകളിൽ അകപ്പെടാതിരിക്കുവാനും അങ്ങു തന്നെ അവരെ നിയന്ത്രിക്കുകയും ചെയ്തു. അജ്ഞാനിയായ ഞാൻ സഭയിൽ വെച്ച് അങ്ങയെ അധിക്ഷേപിച്ചുവെങ്കിലും ആ കുറ്റം പുറത്ത് ഘോര നഗരങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചു, അനുഗ്രഹിച്ചു. ആ പുണ്യപ്രവൃത്തി ഒരിക്കലും മറക്കുവാനാവില്ല. ദക്ഷപ്രജാപതിയുടെ ക്ഷമായാചനം പരമശിവൻ സ്വീകരിച്ചു. ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെയും ഹൃദയക്കുകളുടെയും അഗ്നി മുതലായ ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ ദക്ഷൻ യജ്ഞം വീണ്ടും ആരംഭിച്ചു. യജ്ഞവേദി നിർമ്മിച്ചു. വേദമന്ത്രങ്ങൾ ഉയർന്നു. അഗ്നി ജ്വലിച്ചു. യജ്ഞവിഘ്നദോഷം തീർക്കുവാൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ കപാലങ്ങളിൽ പുരോഢാശം മഹാദേവന് മുന്നിൽ സമർപ്പിച്ചു. യജ്ഞാഗ്നി ശോഭിച്ചു. യജമാനനും മറ്റും വിശുദ്ധ ബുദ്ധിയോടെ മുമ്പ് ധ്യാനിച്ച അതേ രൂപത്തിൽ ശ്രീഹരി യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നു. 10 ദിക്കുകളിലും ദിവ്യപ്രകാശം പരത്തിക്കൊണ്ട് മഹാവിഷ്ണു യജ്ഞവേദിയിൽ വിളങ്ങി. പീതാംബരം ധരിച്ച ശ്യാമവർണ്ണൻ സൂര്യനെ വെല്ലുന്ന കിരീടമണിഞ്ഞിരിക്കുന്നു. മകരകുണ്ട ശോഭയിൽ മുഖം തിളങ്ങുന്നു. 8 തൃക്കൈകളിൽ ശംഖചക്രഗദാ പങ്കജങ്ങളും വില്ല്, ശരം, വാൾ, പരിച എന്നിവയും ധരിച്ചിരിക്കുന്നു. മാറിടത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു. വനമാലയണിഞ്ഞ് മന്ദഹാസം തൂകി സമസ്ത ലോകങ്ങളെയും പുളകമണിയിച്ചുകൊണ്ട് ഭഗവാൻ ഏവരെയും രമിപ്പിക്കുന്നു. കടക്കണ്ണിലെ കടാക്ഷം എല്ലാവർക്കും ആശ്വാസമരുളുന്നു. സേവകന്മാർ 2 ഭാഗത്തു നിന്നും വെഞ്ചാമരം വീശുന്നു. മുകൾ ഭാഗത്ത് ചന്ദ്രൻ പിടിക്കുന്ന വെൺകൊറ്റക്കുട ശോഭ പരത്തുന്നു. ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും മറ്റും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ സ്വരൂപം ദർശിച്ച് ഭക്തിയോടെ എഴുന്നേറ്റ് വന്ദിച്ചു. സർവപ്രജാപതികൾക്കും പരമഗുരുവും സർവയജ്ഞഫലദാതാവുമായ ഭഗവാനെ ദക്ഷനും ഭക്തിപൂർവം നമസ്കരിച്ചു. മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ സ്തുതിച്ചു, ശരണം പ്രാപിച്ചു. തൻ്റെ മുമ്പിലെത്തിയ ഹൃതിക്കുകൾ ദുഃഖിതരായി കണ്ടപ്പോൾ ഭഗവാൻ കാരണമാരാഞ്ഞു. അവർ ഭഗവാനെ സ്തുതിച്ച് വിവരമറിയിച്ചു. നന്ദീശ്വരൻ്റെ ശാപം മൂലം ഭഗവത് തത്വം അറിയുവാൻ അവർക്ക് കഴിയുന്നില്ല. അതിന് അവർ ഭഗവാനോട് പരിഹാരം തേടി.
വേദപ്രതിപാദിതമായ ധർമ്മം കർമ്മത്തിനു വേണ്ടിയുള്ളതാണെന്ന സത്യം ഭഗവാൻ വെളിപ്പെടുത്തിയപ്പോൾ ഹൃദിക്കുകൾക്ക് ആശ്വാസമായി. അതിനുശേഷം സദസ്യരും ശിവനും ഭൃഗുവും ബ്രഹ്മാവും ഇന്ദ്രാദി ദേവന്മാരും സിദ്ധന്മാരും ഋഷികളുമെല്ലാം മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ദക്ഷന്റെ നേതൃത്വത്തിൽ മഹായജ്ഞം ഗംഭീരമായി തന്നെ പുനരാരംഭിച്ചു. ഭഗവാനും മറ്റു ദേവന്മാർക്കുമെല്ലാം സന്തോഷമായി. അഹങ്കാരമില്ലാത്ത ദക്ഷനോട് പ്രസന്നനായി ഭഗവാൻ ചുമലിൽ തട്ടി ഇങ്ങനെ ഉര ചെയ്തു: ഞാൻ ജഗത്തിൻ്റെ പരമകാരണവും ആത്മാവും ഈശ്വരനും സാക്ഷിയും സ്വയം പ്രകാശനുമാകുന്നു. യാതൊരു സംശയവും വേണ്ട, ഞാൻ തന്നെയാണ് ബ്രഹ്മാവും ശിവനും. ഞാൻ ത്രിഗുണാത്മകമായ യോഗമായ കൊണ്ട് വിശ്വത്തെ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും ബ്രഹ്മവിഷ്ണു മഹേശ്വരാദി ഭാവത്തിൽ വർത്തിക്കുന്നു. ആ അദ്വിതീയ ബ്രഹ്മരൂപത്തിൽ അറിവില്ലാത്തവർ നാനാത്വം ദർശിക്കുന്നു. മനുഷ്യൻ തൻ്റെ ശരീരാവയവങ്ങളിൽ അത് വേറൊരാളിൻ്റേതാണെന്ന് കരുതാത്തതുപോലെ എന്നെ ആശ്രയിക്കുന്ന ഭക്തൻ പ്രാണികളിൽ ഭേദഭാവം കാണുന്നില്ല. അത്തരം ഭേദം ദർശിക്കാത്തവർ ശാന്തി നേടുന്നു. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പ്രജാപതിമാരുടെ അധിപതിയായ ദക്ഷൻ യഥാവിധി ഭഗവാനെ ആരാധിച്ച് യജ്ഞം അവസാനിപ്പിച്ചു. മനസ്സിനെ നിയന്ത്രിച്ച് പ്രജാപതി യജ്ഞാവശിഷ്ടം രുദ്രനു നൽകി. മഹാദേവനെ പൂജിച്ചു. മറ്റു ദേവന്മാരെ അന്ത്യേഷ്ടി കൊണ്ടും യജിച്ചു. ഹൃദിക്കുകളോടൊപ്പം അവഭൃത സ്നാനം ചെയ്ത് യജ്ഞം പൂർത്തിയാക്കി. ദക്ഷപുത്രിയായ സതീദേവി തൻ്റെ പൂർവ്വ ശരീരം ഉപേക്ഷിച്ച് മേനയിൽ ഹിമവാന്റെ പുത്രിയായി ജനിച്ചു. സതീദേവി പാർവതിയായി ജനിച്ചപ്പോഴും പരമശിവനെ തന്നെ വിവാഹം ചെയ്തു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.